തലയിൽ നിന്ന് ഇങ്ങനെ ഒരു പൊടി വരുന്നുണ്ടെങ്കിൽ അത് വെറും താരൻ മാത്രമല്ല. ഇതാണ് സെബോറിക് ഡെർമറ്റൈറ്റിസ്. ചർമ്മത്തിൽ ഓയിൽ പ്രൊഡക്ഷൻ കൂടുതലുള്ള സ്ഥലങ്ങൾ ഉണ്ടാകുന്ന ഒരു ഇൻഫ്ലമേഷനാണിത്. നമ്മുടെ ചർമ്മത്തിൽ ജീവിക്കുന്ന ഒരു ഈസ്റ്റ്, മെലാസേസി എന്ന് പറയുന്ന ഈസ്റ്റ് അമിതമായിട്ട് വളരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് സെബോറിക് ഡെർമറ്റൈറ്റിസ്. ഇത് സാധാരണയായിട്ട് കാണുന്നത് നമ്മുടെ തലയുടെ മുകളിൽ, കൺപീലിയുടെ മുകളിൽ, നെറ്റിയിൽ, മൂക്കിൻ്റെ ഇടുക്കിൽ, അതുപോലെ തന്നെ നെഞ്ചിൻ്റെ മുകളിലും കഴുത്തിൻ്റെ മുകളിലും ചെവിയുടെ പിന്നിലൊക്കെ കാണാറുണ്ട്. ഒരു വെള്ളപ്പൊടി ഇവിടേക്ക് ഒട്ടിപ്പിടിച്ച പോലെയൊക്കെ നിങ്ങൾക്കത് തോന്നുക. പൊതുവെ ഇതിന് ട്രീറ്റ്മെൻറ്റ് വളരെ അത്യാവശ്യമാണ്. പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ സോപ്പ് സെലക്ട് ചെയ്യുമ്പോൾ നല്ലൊരു നോൺ ക്ലെൻസർ സോപ്പൊക്കെ നോക്കുക. അതിൻ്റെ മുകളിൽ pH നോക്കുകയാണെങ്കിൽ 5.5 ഒക്കെ കാണുകയാണെങ്കിൽ അതൊരു നോൺ ക്ലെൻസർ സോപ്പാണ്. അല്ലെങ്കിൽ സോപ്പ് ഫ്രീ എന്നൊക്കെ എഴുതിയിട്ടുള്ള സോപ്പ് ഉണ്ടാവും, അത് വാങ്ങാൻ നോക്കുക. രണ്ട്, സാധാരണ ഇതിങ്ങനെ ഉരച്ച് കളയാറുണ്ട്, അങ്ങനെയൊന്നും ചെയ്യരുത്. കാരണം ഹാഷായിട്ടുള്ള സ്ക്രബ്സ് ഒന്നും നിങ്ങൾ യൂസ് ചെയ്യരുത്. മൂന്ന്, സ്കിൻ ടോണേഴ്സ് യൂസ് ചെയ്യണമെങ്കിൽ ഒരിക്കലും ആൽക്കഹോൾ ബേസ്ഡ് ആയിട്ടുള്ള ടോണേഴ്സ് യൂസ് ചെയ്യരുത്. കാരണം അത് പെട്ടെന്ന് തന്നെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവ് ആക്കും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ട്രിഗേഴ്സ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഫുഡിലൊക്കെ നിങ്ങൾക്ക് ട്രിഗർ ഓൾറെഡി ഉണ്ടെങ്കിൽ, അത് കഴിക്കുമ്പോൾ പ്രശ്നം കൂടുന്നുണ്ടെങ്കിൽ ആ ഫുഡ് ഒഴിവാക്കാനും ശ്രദ്ധിക്കുക. സെബോറിക് ഡെർമറ്റൈറ്റിസിന് ട്രീറ്റ്മെൻറ്റ് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ സ്വയം ചികിത്സ നല്ലൊരു ഓപ്ഷനല്ല.